أهلين يا أبنائي السلام عليكم كيف حالكم എന്താ നിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? മാഷിനറിയാം ഇന്ന് നിങ്ങളെല്ലാവരും ഒരു കാര്യം പ്രതീക്ഷിച്ചങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? നമ്മുടെ ജാസിർ ഡൽഹിയിൽ പോയി കണ്ട സ്ഥലങ്ങളുടെ ചിത്രങ്ങളും വിവരണവും പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളതൊക്കെ കേൾക്കുക എന്ന് കരുതി എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. നമുക്കതൊക്കെ പറയണം. ആദ്യം നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ അതുപോലെ അവിടെ കണ്ട തുറാത്തുകൾ അല്ലേ, പൈതൃക നിർമ്മിതികളൊക്കെ ചിത്രങ്ങളൊക്കെ കാണണം. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് എന്നൊന്ന് നോക്കാം. ദറസ്ന ഫിദ്ദർസിൽ മാലി ആൻഡ് റിസാലത്തിൽ ഇലക്ട്രോണിയ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ റിസാലത്ത് ഇലക്ട്രോണിയ. മാമാന റിസാലത്ത് ഇലക്ട്രോണിയ ഇമെയിലായിട്ട് നമ്മൾ എങ്ങനെ സന്ദേശങ്ങൾ അയക്കാം അല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മുടെ ജാസിർ അവൻ്റെ കൂട്ടുകാരൻ എഴുതിയ റിസാലത്ത് കത്ത് നമ്മൾ വായിച്ചു. അതിൽ അവൻ അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ പഠിച്ചു. ശേഷം കുറച്ച് ചോദ്യങ്ങളും അതിന് ഉത്തരവും, പിന്നെ അവൻ അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെ നമ്മൾ കാഴ്ചകൾ എന്തൊക്കെയാണ് അവിടെ കണ്ടത് എന്നൊക്കെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രവർത്തനമായിട്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചിത്രങ്ങളായിട്ട് നമുക്ക് കാണാം. ഷുഫീല ഷാഷ, എന്താണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്? എന്താണ്? ആരോ പറഞ്ഞല്ലോ. എന്താണ്? പാർലമെൻറ്റ് മന്ദിരം. പിന്നെ ബർലമാനുൽ ഹിന്ദ്, ഇന്ത്യൻ പാർലമെൻറ്റ്. കണ്ടോ എല്ലാവരും? ഇന്ത്യൻ പാർലമെൻറ്റ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു വിശദീകരണം കേൾക്കണം. അടുത്ത ചിത്രം നോക്കുക. ഷുഫില ഷാഷ, എന്താണ് കാണുന്നത്? അലമുൽ വതനിയ, ദേശീയ പതാക അല്ലേ? ദേശീയ പതാക പാറി പറക്കുന്നത് നമ്മൾ കാണുന്നത് ഏതാണ് ദിവസം? ഫിയോമിൽ ഇസ്തിഖ്ലാൽ. പിന്നെ മറ്റൊരു ദിവസം കൂടിയും കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ വിശദീകരണത്തിൽ പറയാം. ഷുഫൈലനില്ല ഷാഷ, എന്താണ് കാണുന്നത്? എന്താണ്? മെട്രോ ട്രെയിൻ അല്ലേ? കിത്താറു മത്രു, കിത്താറു മത്രു, മെട്രോ ട്രെയിൻ. നല്ല രസകരമായ കാഴ്ചയാണ്. അതിൻ്റെ വിശദീകരണം നമുക്ക് കാണാം. എന്താ കാണുന്നത്? ചെങ്കോട്ടയാണ് അല്ലേ? ഖലാഅത്തുൽ ഹംറ. എന്താണ്? ഖലാഅത്തുൽ ഹംറ. ചെങ്കോട്ട നല്ല ചുവന്ന കളറിൽ കാണുന്നുണ്ട് നമ്മളല്ലേ? അതിനെക്കുറിച്ചുള്ള വിശദീകരണവും നമുക്ക് പറയാം. ഷുഫില ഷാഷ, എന്താണ് കാണുന്നത്? ഇതറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ? എന്താണ്? താജ്മഹൽ. മാ അർവഅൽ മൻളർ, മാ അജ്മലൽ മൻളർ. എത്ര രസകരമായ സുന്ദരമായ കാഴ്ച അല്ലേ? ഇതറിയാത്തവരാരുമില്ല. ഇതിനെക്കുറിച്ചും നമുക്കതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പഠിക്കാം. ഇനി അടുത്തത് ഷുഫ്, എന്താ കാണുന്നത്? കുറച്ച് കുട്ടികൾ നൃത്തം ചെയ്യുന്നു. യർഖുസുൽ ഔലാദു വൽ ബനാത്ത് അല്ലേ? അതും നമുക്ക് പറയാം. ഇനി അടുത്ത് നോക്ക്. എന്താണ്? ആരോ പറഞ്ഞല്ലോ, മസ്ജിദ് ജാമി ഫി ഡൽഹി അല്ലേ? ഡൽഹി ജുമാ മസ്ജിദ്. ഡൽഹി ജുമാ മസ്ജിദിനെ കുറിച്ചും നമുക്ക് വിശദീകരണങ്ങൾ കേൾക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ 40ാമത്തെ പേജ് എടുത്തോ? എല്ലാവരും 40ാമത്തെ പേജ് എടുത്തല്ലോ അല്ലേ? ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ തുറാത്തുകളൊക്കെ നമുക്കൊന്ന് അതിൻ്റെ ചെറിയൊരു ബയാനോട് കൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ ചിത്രം തന്നെ എല്ലാവരും ശ്രദ്ധിച്ചോ. എന്താണ്? പാർലമെൻറ്റ് മന്ദിരം. നേരത്തെ നമ്മൾ കണ്ടു അല്ലേ? മബ്ന അൽ ബർലമാനുൽ ഹിന്ദി മഷ്ഹൂറിൻ വഹുവ മർക്കസുൽ ഹുക്കൂമത്തി ബനാഹു ബരീത്വാനിയൂൻ. മബ്ന ബർലമാനുൽ ഹിന്ദ് എന്താണ്? പാർലമെൻറ്റ് മന്ദിരം, ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം. മഷ്ഹൂറിൻ പ്രസിദ്ധമാണ്, പ്രശസ്തിയുള്ളതാണ്. പിന്നെ മർക്കസുൽ ഹുക്കൂമ ഭരണകേന്ദ്രം. ബന എല്ലാവർക്കും അറിയാം, നിർമ്മിച്ചു അല്ലേ?
ബരീത്വാനിയൂൻ ബ്രിട്ടീഷുകാർ. ഇതിൽ ഓരോ കെലിമത്തിൻ്റെയും അർത്ഥം ഇപ്പം നമുക്ക് മനസ്സിലായി, നമുക്കറിയാം. ഇനി നമുക്കിതൊന്ന് വായിച്ച് ഇതിൻ്റെ ആശയം മനസ്സിലാക്കാം. മബ്ന അൽ ബർലമാനിൽ ഹിന്ദി മഷ്ഹൂറിൻ വഹുവ മർക്കസുൽ ഹുക്കൂമ. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം വളരെ പ്രസിദ്ധമാണ്. അത് ഭരണസിരാ കേന്ദ്രമാണ്, നമ്മുടെ ഇന്ത്യക്കാരുടെ ഭരണസിരാ കേന്ദ്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മന്ത്രിമാരും അല്ലേ അവിടെ ചേർന്ന് കൊണ്ടാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതും നിയമങ്ങൾ നടപ്പിലാക്കുന്നതും എല്ലാം. ബനാഹു അൽ ബരീത്വാനിയൂൻ, ബ്രിട്ടീഷുകാരാണ് അത് നിർമ്മിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ നിർമ്മിച്ചതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം. അപ്പോൾ നമുക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥത്തിലൂടെ ഈ വാചകത്തിൻ്റെ ഈ ബയാനിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ പറയുന്ന 4 ചിത്രങ്ങൾ കണ്ടില്ലേ? ഇതിൻ്റെ ഒക്കെ താഴെ പറയുന്നത് നിങ്ങളതിൻ്റെ ഓരോ കെലിമത്തിൻ്റെയും അർത്ഥം ശ്രദ്ധിക്കണം. എന്നിട്ടിത് വായിക്കുമ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കണം. തമാം. ചിത്രം നോക്കുക. രണ്ടാമത്തത് എന്താ നമ്മൾ ചിത്രത്തിൽ കാണുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം, അതല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനം. ഈ ദിവസത്തിൽ നടക്കുന്നൊരു ചടങ്ങും ആഘോഷവുമാണ് അല്ലേ? നമുക്കെന്താണ് അതിനെക്കുറിച്ച് ബയാൻ കൊടുത്ത് നോക്കാം. യർഫഉ റഈസുൽ വുസറാഇൽ ഹിന്ദി അൽ അലമുൽ വതനി യൗമുൽ ഇസ്തിഖ്ലാൽ വ യൗമുൽ ജംഹൂരിയത്തുൽ ഹിന്ദിയ വഫി മുനാസബാത്തിൻ ഖാസ. എന്താണ്? നമുക്കിതിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. യർഫഉ ഉയർത്തുന്നു, റഈസുൽ വുസറാ പ്രധാനമന്ത്രി, അലമുൽ വതനിയ ദേശീയ പതാക, യൗമുൽ ഇസ്തിഖ്ലാൽ നമുക്കറിയാം, യൗമുൽ ജംഹൂരിയ മമാന യൗമുൽ ജംഹൂരിയ റിപ്പബ്ലിക് ഡേ, മുനാസബാത്തിൻ ഖാസ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ. നോക്കാം, നമുക്കിതിൻ്റെ ആശയം മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. എല്ലാവരും ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയല്ലോ. യർഫഉ റഈസുൽ വുസറാഇൽ ഹിന്ദിയു അൽ അലമുൽ വതനിയ യൗമുൽ ഇസ്തിഖ്ലാൽ വ യൗമുൽ ജംഹൂരിയ, റിപ്പബ്ലിക് ഡേയുടെ ദിവസവും അതേപോലെ സ്വാതന്ത്ര്യദിന ദിവസവും ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നു അല്ലേ? അതിലൊരു ദിവസത്തെ കാഴ്ച നമ്മൾ കാണുന്നത്. ശേഷം എന്താ പറയുന്നത്? വഫി മുനാസബാത്തിൻ ഖാസ, അതുപോലെയുള്ള മറ്റ് അവസരങ്ങളിലും ഇതുപോലെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നു. തമാം, മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ചിത്രത്തിൻ്റെ ബയാനിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ചിത്രം എന്താണ്? എല്ലാവർക്കും അറിയാം. എന്താണ്? ഖിതാറു മത്രു അല്ലേ? മെട്രോ ട്രെയിൻ. നോക്കാം നമുക്ക്. ഖിതാറു മത്രു അല്ലേ? മെട്രോ ട്രെയിൻ. ഖിതാറു മത്രു മൻദറുൻ റാഇഉൻ, നല്ല കാണാൻ ഭംഗിയുള്ള കാഴ്ച, സുന്ദരമായ കാഴ്ച അല്ലേ? മെട്രോ റെയിൽ കാണാൻ നമുക്ക് സുന്ദരമായ കാഴ്ചയല്ലേ? അതെ. യജിരി ദാഖിലൻ നഫഖാത്തി വൽ ജുസൂർ. ഇതിൽ നമുക്ക് മനസ്സിലാവാത്ത വാക്കുകൾ നോക്കാം. നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന വാക്കുകളും നേരത്തെ പഠിച്ചതാണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കാം നമുക്കല്ലേ. യജിരി സഞ്ചരിക്കുന്നു, ദാഖിലൻ നഫഖാത്ത് മാമാന നഫഖ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എന്താണ്? തുരങ്കം. നഫഖാത്ത് തുരങ്കം. ദാഖിലൻ നഫഖാത്ത് തുരങ്കങ്ങൾക്കുള്ളിൽ. വഅലൽ ജുസൂർ മാമാന ജുസൂർ പാലങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ആശയം നോക്കാം. ഖിതാറു മത്രു മൻദറുൻ റാഇഉൻ, മെട്രോ ട്രെയിൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. യജിരി ദാഖിലൻ നഫഖാത്തി, അത് തുരങ്കങ്ങൾക്കുള്ളിലൂടെ സഞ്ചരിക്കുന്നു. വഅലൽ ജുസൂരി, പിന്നെ പാലങ്ങൾക്ക് മുകളിലൂടെയും. മനസ്സിലായല്ലോ ആശയം. ഇനി നമുക്ക് അടുത്ത ചിത്രം. എന്തിൻ്റെ ചിത്രമാണ് കാണുന്നത്? ഖൽഅത്തുൽ ഹംറ, ചെങ്കോട്ട. നോക്കാം നമുക്ക്. ബന അൽ മലികു ഷാജഹാൻ അൽ ഖൽഅത്തുൽ ഹംറ വസ്തഖ്ദമ ലിബ്നാഇഹാ അൽ അഹ്ജാർ അൽ ഹംറ യുർഫഉ ഫൗഖഹ അലമുൽ ഹിന്ദ്. ഇതിൽ നമുക്ക് മനസ്സിലാവാത്ത വാക്കുകൾ ഏതാ? ഖൽഅത്തുൽ ഹംറ നമുക്കറിയാം, ചെങ്കോട്ട. ബന നമ്മൾ നേരത്തെ പഠിച്ച അല്ലേ? നിർമ്മിച്ചു. ഇസ്തഖ്ദമ മാമാന ഇസ്തഖ്ദമ
ഉപയോഗിക്കുന്നു, ഉപയോഗിച്ചു. അഹ്ജാർ, ഹജറുൻ ജമ്മ് അഹ്ജാർ, കല്ലുകൾ. ഹെംറാ, അഹ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പ്. ഹെംറാ ഓ ചുവന്ന, ചുവപ്പ് നിറമുള്ള. യുർഫൗ, നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, ഉയർത്തുന്നു. ഫൗക്ക നമുക്കറിയാം, മുകളിൽ. അലമുൽ ഹിന്ദ്, ദേശീയ പതാക, ഇന്ത്യൻ പതാക. തമാം. ഇനി നമുക്കത് വായിച്ച് ആശയം പറയാം. ബന അൽ മലികു ഷാജഹാൻ അൽ ഖൽഅത്തുൽ ഹംറാ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ചെങ്കോട്ട നിർമ്മിച്ചതാരാണ്? മലികു ഷാജഹാനാണ്. വസ്തഖ്ദമ ലി ബിനാഇഹ അൽ അഹ്ജാർ അൽ ഹംറാ. നമ്മൾ നേരത്തെ വാക്കിൻ്റെ കലിമത്തിൻ്റെ അർത്ഥം പറഞ്ഞതാണ് അല്ലേ? ഇസ്തഖ്ദമ ലി ബിനാഇഹ, അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അൽ അഹ്ജാർ അൽ ഹംറാ, ചുവന്ന നിറത്തിലുള്ള കല്ലുകൾ. മനസ്സിലായല്ലോ? യുർഫൗ ഫൗഖഹ അലമുൽ ഹിന്ദ്. യുർഫൗ ഉയർത്തുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞു. യുർഫൗ ഉയർത്തുന്നു. ഫൗഖഹ അലമുൽ ഹിന്ദ്, അതിന് മുകളിൽ എന്തുയർത്തുന്നു? അലമുൽ ഹിന്ദ്, ദേശീയ പതാക അല്ലേ? ഇന്ത്യൻ പതാക. അപ്പോൾ ഇത്രയും ഈ 4 എണ്ണത്തിൻ്റെയും നമ്മൾ അതിൻ്റെ ബയാന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് 3 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 3ൻ്റെയും ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ബയാനിവിടെ ഉണ്ടാക്കണം, നമുക്ക് സ്വയം നിർമ്മിക്കണം. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ? നമുക്ക് ചിത്രം നമുക്ക് കാണാം അല്ലേ? താജ്മഹൽ. താജ്മഹലിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ബയാന് തയ്യാറാക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ചുരുങ്ങിയ ഒരു ബയാന് മാഷ് ഇപ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അതും ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങളെ മനസ്സിൽ വരുന്ന പുതിയ വാചകങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഈ ബയാന് ഒന്ന് വിപുലപ്പെടുത്താം. നോക്കാം നമുക്ക് ആദ്യം തന്നെ എന്ത് പറയാം? താജ്മഹൽ സുന്ദരമായൊരു നിർമ്മിതിയാണ്. പറയല്ലോ, താജ്മഹൽ മബ്നിയുൻ ജമീൽ. താജ്മഹൽ മബ്നിയുൻ ജമീൽ. പിന്നെന്ത് പറയാം? അതാര് നിർമ്മിച്ചതാണ്? എന്തിനു വേണ്ടി നിർമ്മിച്ചതാണ്? പറഞ്ഞൂടെ? നമുക്കറിയാം, അത് ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തിനു വേണ്ടിയാണ്? തൻ്റെ പത്നിയായ ഭാര്യയായ മുംതാസ് മഹലിൻ്റെ സ്മരണക്കായിട്ടാണത് നിർമ്മിച്ചത്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ബനാഹു മലികു ഷാജഹാൻ ലിത്തിദ്കാരി സൗജതഹു മുംതാസ് മഹൽ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം തയ്യാറാക്കി, ചെറിയൊരു ബയാൻ തയ്യാറാക്കി കഴിഞ്ഞു താജ്മഹലിനെ കുറിച്ച്. റെഡിയല്ലേ? ഇനി നമുക്ക് അടുത്ത ചിത്രം. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താ? യോമുൽ ഇസ്തിഖ്ലാലിന് അല്ലേ? കുട്ടികൾ അവരുടെ പരമ്പരാഗത വേഷമണിഞ്ഞ് നൃത്തം ചെയ്യുന്നു. അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഫി യോമുൽ ഇസ്തിഖ്ലാൽ തർഖുസുൽ ബനാതു വൽ ഔലാദു ഫി മലാബിസി ഷാബിയ. ഇതൊക്കെ നമ്മളെ കഴിഞ്ഞ പാഠഭാഗത്തുണ്ട്. നമ്മുടെ ജാസിറിൻ്റെ കത്ത് അല്ലേ? അതിലിതൊക്കെ പിന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും അതും കൂടെ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ എഴുതാൻ. എഴുതുന്നതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ആശയം എന്താണ് എന്നുള്ളതൊക്കെ ശരിക്കും മനസ്സിലാക്കി എഴുതും വേണം. എങ്ങനെ നമുക്ക് എഴുതാം? ഒന്നുകൂടി നമുക്കൊന്ന് വായിക്കാം. ഫി യോമുൽ ഇസ്തിഖ്ലാൽ തർഖുസു അൽ ബനാത്തു വൽ ഔലാദു ഫി മലാബിസി ഷാബിയ. തമാം. ഇനി മൂന്നാമത്തത് എന്താണ്? മസ്ജിദ് ജാമിയ ബി ഡൽഹി അല്ലേ? ഡൽഹി ജുമാ മസ്ജിദ്. എന്ത് പറയാം നമുക്ക്? വളരെ പ്രസിദ്ധമായ ഒരു മസ്ജിദാണ് ഡൽഹി ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായതാണ്. നമുക്ക് എങ്ങനെ പറയാം? മസ്ജിദ് ജാമിയ ബി ഡൽഹി മഷ്ഹൂറുൻ ഫിൽ ഹിന്ദ്. മസ്ജിദ് ജാമിയ ബി ഡൽഹി മഷ്ഹൂറുൻ ഫിൽ ഹിന്ദ്. മാമന മഷ്ഹൂർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? പ്രസിദ്ധമാണ്. ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ പ്രസിദ്ധമായൊരു മസ്ജിദാണ് മസ്ജിദ് ജാമിയ. പിന്നെ നമുക്ക് എന്ത് പറയാം? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, ഡൽഹിയിലാണ് അല്ലേ? എന്നാൽ ഡൽഹിയിൽ എവിടെയാണ്? ചാന്ദിനി ചൗക്ക് എന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? യഖഉ ഫി ചാന്ദിനി ചൗക്ക്. യഖഉ ഫി ചാന്ദിനി ചൗക്ക്. പിന്നെ നമുക്കെന്ത് പറയാം?
അവിടെ നിരവധി ആളുകൾ എല്ലാ വർഷവും സന്ദർശിക്കുന്നു. എങ്ങനെ പറയാം? ആയിരക്കണക്കിന് ആളുകൾ അവിടെ എല്ലാ വർഷവും സന്ദർശിക്കുന്നു. എങ്ങനെ പറയാം? യസൂർ ഹുന ആലാഫും മിനൻ നാസി ഫി കുല്ലി ആമിൻ. യസൂർ ഹുന അവിടെ സന്ദർശിക്കുന്നു. ആലാഫും മിനൻ നാസി ആ ആയിരക്കണക്കിന് ജനങ്ങൾ ഫി കുല്ലി ആം എല്ലാ വർഷവും. അപ്പോൾ നമ്മൾ ചെറിയ വിധത്തിൽ ഈ 3 ചിത്രങ്ങൾക്കും ബയാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നത് ചേർത്തുകൊണ്ട് ഇത് കൂടുതൽ ഭംഗിയാക്കുക. എല്ലാ കുട്ടികളും ഈ ബയാന് നമ്മുടെ കഴിഞ്ഞ പാഠഭാഗങ്ങളൊക്കെ നോക്കി ഭംഗിയായിട്ട് എഴുതണം. അപ്പോഴേ നമുക്ക് കഴിഞ്ഞ പാഠഭാഗങ്ങളൊക്കെ ശരിക്കും പഠിക്കാൻ ഈ ഒരു ബയാൻ എഴുതുന്നതിലൂടെ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു അല്ലേ? നമ്മൾ പല കാര്യങ്ങളും ഇന്ന് മനസ്സിലാക്കുകയും ചെയ്തു, പിന്നെ പഠിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് പ്രവർത്തനങ്ങൾ വേണ്ടേ? ചെറിയ 2 പ്രവർത്തനങ്ങൾ. ഒന്ന്, ഇന്ന് നമ്മൾ പഠിച്ച 41-ാമത്തെ പേജിൽ നമ്മൾ സ്വയം തയ്യാറാക്കാനുള്ള ബയാൻ മാഷ് നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ നല്ല ഭംഗിയായിട്ട് തെറ്റാതെ ടെക്സ്റ്റ് ബുക്കിൽ അത് എഴുതുക. അടുത്ത പ്രവർത്തനം 40-ാമത്തെ പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്ത ബയാനും അതുപോലെ 41-ാമത്തെ പേജിൽ നമ്മൾ സ്വന്തം ചെയ്ത ബയാനും ഇതെല്ലാം കൂടി നോട്ട് ബുക്കിൽ ഓരോന്നിൻ്റെയും ചിത്രം ഒട്ടിച്ചുകൊണ്ട് ബയാൻ എഴുതുക. അറബിയിൽ ബയാൻ എഴുതുക നോട്ട് ബുക്കിലേക്ക്. ഇത്രയും പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇനി നമുക്ക് നല്ല രസകരമായ ഒരു പാട്ടൊക്കെ പഠിക്കാനുണ്ട്, നല്ലൊരു പദ്യം. ഇൻഷാ അല്ലാഹ് ആ രസകരമായ പദ്യം പഠിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മഷ്കൂർ യാ അബ്നായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.